എല്ലാവർക്കും നമസ്കാരം. നാഗം എപ്പോഴും താന്ത്രിക സംസ്കാരത്തിലും യോഗ സംസ്കാരത്തിലും എല്ലാം തന്നെ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മൾ എപ്പോഴും മനുഷ്യനും സർപ്പവും മനുഷ്യ ഊർജത്തിൽ വളരെയേറെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവും പരിണാമത്തിൻ്റെ ഒരു വശമായി നാഗത്തെ കരുതുന്നത്. മനുഷ്യൻ്റെ ഒരു ഫിസിക്കൽ ഡയമെൻഷനിൽ നിന്ന് നോൺ ഫിസിക്കൽ ഡയമെൻഷൻ്റെ വശങ്ങളെ ഗ്രഹിക്കാൻ നമ്മളുടെ ഒരു മാർഗമാണ് നാഗം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ ത്വക്ക് അല്ലെങ്കിൽ തൊലി എന്ന് പറയുന്നത് നമുക്കറിയാം, ആയുർവേദത്തിലൊക്കെ തന്നെ കൂടുതലും ചികിത്സാ സമ്പ്രദായം തൊലിപ്പുറത്താണ് ചെയ്യുന്നത്. നമ്മുടെ ത്വക്കിന്, നമ്മുടെ തൊലിക്ക് ഈ സൃഷ്ടിയിൽ വേറൊരു ഡയമെൻഷൻ എനർജിയെ, സൂക്ഷ്മമായി നിൽക്കുന്ന എനർജികളെ ആവാഹിക്കാൻ പറ്റുന്നൊരു കഴിവുണ്ട്. നാഗം, സർപ്പം എന്ന് പറഞ്ഞ് ഏതൊരു സർപ്പത്തിനും അതിന് സൂക്ഷ്മവശങ്ങളുടെ ഊർജത്തെ, ആ വൈബ്രേഷനെ അറിയാൻ പറ്റും. അന്നല്ലൊരു മനുഷ്യൻ ജനിക്കുമ്പം തന്നെ ആ കഴിവ് കിട്ടുന്നില്ല. അന്നൊരു സർപ്പത്തിനത് ജന്മനാ തന്നെ അത് സംഭവിക്കുന്നുണ്ട്. അതിന് സൃഷ്ടിയുടെ നിഗൂഢ വശങ്ങളുടെ വൈബ്രേഷനെ അറിയാൻ പറ്റും. എന്നാൽ മനുഷ്യ പരിണാമത്തിന് ചില ഋഷിമാർ പറഞ്ഞിട്ടുള്ള മന്ത്രം, യന്ത്രം, മുദ്ര എന്നുള്ള പറയുന്ന ക്രമീകരണത്തിൽ ക്രിയകൾ അഭ്യസിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഈ ഒരു ഊർജത്തിന് നാഡികളിലൂടെ ഇടയാകുന്ന ചന്ദ്രനാഡി, ഇടനാഡി എന്ന് പറയുമ്പോൾ 72,000 നാഡി സംഗമമാണ്. പിങ്കളയാകുന്ന നാഡി അതും 72ആണ്. മൊത്തം 1,44,000 നാഡികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു എനർജിയെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. സൂക്ഷ്മതലത്തിൻ്റെ ഒരു നോൺ ഫിസിക്കൽ ഡയമെൻഷനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം നാഗം എന്ന് പറയുന്ന ഒന്ന് എപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് സർപ്പത്തെ എന്തിനും നമ്മളൊരു സിംബോളിസമായി നമ്മൾ വെക്കുന്നത്. അതും മനുഷ്യ ഊർജവും ചേർന്നിരിക്കുന്ന ഒന്നാണ്. ശിവ എന്നർത്ഥമാക്കുന്ന സർപ്പ എന്ന് നമ്മൾ പറയും യോഗ സംസ്കാരത്തിൽ. മഹാവിഷ്ണുവിൻ്റെ തലയുടെ മുകളിലാണെങ്കിലും ശിവൻ്റെ കഴുത്തിലാണെങ്കിലും എല്ലാം തന്നെ കുണ്ടലിനി ചൈതന്യം ഉയർന്നു കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു നോൺ ഫിസിക്കൽ ഡയമെൻഷനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് അറിയാം, നമ്മുടെ ഊർജത്തിൻ്റെ പരിണാമം സംഭവിക്കുന്ന ഒരു വ്യക്തിയിൽ ആദ്യം അത് ഇവിടാണ്, പുക്കിൾക്കൊടിയുടെ അവിടെ കൂടാണ് ഊർജ്ജവശങ്ങൾ കടന്നു പോകുന്നത്. ഒരു അമ്മയുടെ വയറ്റിലേക്ക് ഒരു കുട്ടി കയറുമ്പോൾ മൂലാധാരയിലേക്കാണ് ആ കുട്ടിയുടെ ഒരു സ്വാധീനം ഉറപ്പിക്കുന്നത്. എന്നാൽ 6 ചക്രങ്ങളും സജീവമാവാൻ വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് പരിണാമ ഊർജത്തെ നമ്മൾ ഉയർത്തുമ്പം, ഉണരുമ്പം പറയുന്ന പേരാണ് കുണ്ഡലിനി ചൈതന്യം എന്ന്. അതും ഒരു സർപ്പവശതയാണ്. സർപ്പം മാന്ത്രിക തലത്തിൽ ഇന്ന് പലരും പേടിക്കുന്നുണ്ട്. സർപ്പം ഒരു ദുർമന്ത്രവാദത്തിൻ്റെ ഒരു നെഗറ്റീവ് വശമായിട്ട് അല്ല. സർപ്പവും നമ്മളും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഈ മനുഷ്യജീവൻ ഒരു നോൺ ഫിസിക്കൽ ഡയമെൻഷനാണ്. അതിനെ നമുക്ക് അറിയുവാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിൻ്റെ ഒരു വശതയായി നമ്മൾ കാണുന്നതാണ് സർപ്പാരാധനയും സർപ്പസാധനയും എല്ലാം തന്നെ. നമസ്കാരം.